ബീഹാറിൽ വലിയ സംഘർഷമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിന്റെ പശ്ചാത്തലം നമുക്കറിയാം. നരേന്ദ്രമോദിയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ അമ്മയെയും അധിക്ഷേപിക്കുന്ന രീതിയിലേക്ക് കോൺഗ്രസ് മാറിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ ലക്ഷ്യം കുറച്ചു നാളുകളായി കലാപം തന്നെയാണല്ലോ. രാഹുൽ ഒരു ഭാഗത്ത് വലിയ ശ്രമം നടത്തുകയാണ്. എങ്ങനെയെങ്കിലും കലാപം നടത്തി ആ കസേരയിൽ ഒന്ന് ഇരിക്കണമല്ലേ? വളരെ ശരിയാണ്. ബീഹാർ പോലെ ഒരു സംസ്ഥാനത്ത് വളരെ പെട്ടെന്ന് ഇത്തരം വിഷയങ്ങൾക്ക് തീ പിടിക്കും. നമുക്കത് മുമ്പും അറിയാം. മുമ്പും ബീഹാറിൽ വലിയ കലാപങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു നാടാണ്. ഞാൻ അതിൻ്റെ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. ഈ കോൺഗ്രസ് വോട്ട് ചോരി എന്ന് പറഞ്ഞ് ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളുമായിട്ട് രംഗത്തെത്തിയപ്പോൾ തന്നെ നമുക്കറിയാം, പല ആവർത്തി രാഹുൽ ഗാന്ധി പറഞ്ഞു, ജനങ്ങൾ തെരുവിലിറങ്ങണം, ഞാൻ കോടതിയിലേക്ക് പോകില്ല. ഈ രാഹുലിന്റെ പ്രതീക്ഷ എങ്ങനെയെങ്കിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകാമെന്നാണ്. അത് 2014 നോക്കി നടന്നില്ല, 2019 നോക്കി നടന്നില്ല, 2024 നോക്കി നടന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഈ ബംഗ്ലാദേശിലും മറ്റ് ചില സംസ്ഥാനങ്ങളിലും രാജ്യങ്ങളിലും സംഭവിക്കുന്നത് പോലെ തന്നെ എങ്ങനെയെങ്കിലും ജനങ്ങളെ ഒന്ന് ഇളക്കി വിട്ട് ഒരു അട്ടിമറി നടത്തി ആ കസേര ഒന്ന് പിടിച്ചെടുക്കണമല്ലേ? അല്ലാതെ വോട്ട് ചെയ്ത് എന്തായാലും ജയിക്കാൻ കഴിയില്ലെന്ന് ബോധ്യമായി. വളരെ ശരിയാണ്. വോട്ടിങ്ങിലൂടെ, ജനാധിപത്യത്തിലൂടെ ഇനി ഇന്ത്യയിൽ തിരിച്ച് അധികാരത്തിലെത്താം എന്നുള്ള ഒരു മോഹം കോൺഗ്രസ് ഉപേക്ഷിച്ചു കഴിഞ്ഞു. എന്നാൽ അവർക്കത് വളരെ കൃത്യമായിട്ട് അറിയാം, മനസ്സിലായി. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ ശ്രമമായിരുന്നു ഭാരത് ജോഡോ യാത്ര. അതെ, അത് നടന്നിട്ട് ഒരു 100 സീറ്റ്. 2024 ഭാരത് ജോഡോ യാത്ര നടത്തി എങ്ങനെയെങ്കിലും ഒരു 150 സീറ്റിൽ കോൺഗ്രസ് ജയിച്ചാൽ ബാക്കി ഈ പറഞ്ഞതുപോലെ ഈ സഖ്യകക്ഷികളുടെ എല്ലാം പിന്തുണ. കാരണം എല്ലാവരും മോദിയെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ്. അവർക്കൊന്നും ഒരു തരത്തിലും അവരുടേതായ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാൻ, കാരണം അവരുടെ താല്പര്യങ്ങളുണ്ട്, ആ താല്പര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. അത് ഈ ഇടതുപക്ഷത്തിനാകട്ടെ, മമതയ്ക്കാകട്ടെ, സ്റ്റാലിനാകട്ടെ, ഒരാളിന് പോലും അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഇവരെല്ലാം തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുന്നവരാണ്. സമാജ്വാദി പാർട്ടിയും BSPയും തമ്മിൽ ഉത്തർപ്രദേശിൽ വലിയ കലഹമാണ്. അതുപോലെ തന്നെ ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഒരു വശത്ത്, മമത മറ്റൊരു വശത്ത്. അവർ തമ്മിൽ കണ്ടാൽ കീരിയും പാമ്പും പോലെയാണ്. തമിഴ്നാട്ടിൽ DMK സ്റ്റാലിൻ അവിടെ മറ്റാരെയും ഉൾക്കൊള്ളാൻ തയ്യാറല്ല, എല്ലാവരെയും തൻ്റെ കൈപ്പിടിയിൽ ഇങ്ങനെ ഞെരിച്ചമർത്തി വെച്ചിരിക്കുക. അതോടൊപ്പം തന്നെ ബീഹാറിലും ഡൽഹിയിലുമെല്ലാം എതിരാളികളായി നിൽക്കുന്ന കോൺഗ്രസും AAPയും സൗഹൃദത്തിലാണ്. പരസ്പരം പോരടിക്കുന്ന ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഈ മോദിയെ പുറത്താക്കണം എന്ന കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. അങ്ങനെ ഈ മുള്ള്, മുരുക്ക്, മൂർഖൻ പാമ്പ്, സകലമാന വിഷജന്തുക്കളും ഒരുമിച്ച് നിന്ന് മോദിയെ വീഴ്ത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. 2024 സാധിച്ചില്ല. ആദ്യം പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് വലിയ സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിച്ചു. പിന്നീട് ചെങ്കോട്ടയിൽ വരെ പതാക ഉയർത്തുകയാണ് ഖാലിസ്ഥാൻ തീവ്രവാദികൾ, കർഷക സമരം എന്ന പേരിൽ. ഇതെല്ലാം നമ്മുടെ രാജ്യത്ത് നടന്ന് കർഷക സമരം കൊണ്ടുവന്നു. അതിലൂടെ വലിയ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു, അവിടെ പരാജയപ്പെട്ടു. ഈ നമ്മുടെ CAA, അതായത് പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു, അത് പരാജയപ്പെട്ടു, വിജയിച്ചില്ല. ഇവിടെ എല്ലാം കോൺഗ്രസിന് അപ്പോൾ വളരെ കൃത്യമായിട്ട് മനസ്സിലായി, ഇനി ജനാധിപത്യത്തിലൂടെ, കോൺഗ്രസിന് മാത്രമല്ല ഇന്ത്യ മുന്നണിയിലെ എല്ലാ കക്ഷികൾക്കും മനസ്സിലായി, ഇനി ജനാധിപത്യത്തിലൂടെ വോട്ട് നേടി, ജനങ്ങളുടെ വോട്ട് നേടി അധികാരത്തിലെത്തുക അസാധ്യമാണ് എന്നവർക്ക് മനസ്സിലായി. അതിൻ്റെ ബാക്കി പത്രമാണ് ഇപ്പോൾ നടക്കുന്ന ഈ കോലാഹലങ്ങൾ. ഈ പറഞ്ഞതുപോലെ വോട്ട് ചോർച്ച, അത് കർണാടകയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. നോക്കൂ, കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ട് എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്ന രാഹുൽ ഗാന്ധി ഇത്ര പോലും ആലോചിക്കുന്നില്ല. തങ്ങൾ ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് തങ്ങളുടെ പിടിപ്പുകേട് കൊണ്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് എന്ന് ഉള്ളത് പോലും മറച്ചു വെച്ചുകൊണ്ട് നരേന്ദ്രമോദിക്കെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളും ആരോപണങ്ങളും ആക്രമണങ്ങളും ഒക്കെ ആയിട്ട് രംഗത്ത് വന്നു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. രാഹുൽ ഗാന്ധി അന്നേ പറഞ്ഞ എന്താണ്? ഞാൻ കോടതിയിൽ പോവില്ല, ഞാൻ പരാതി കൊടുക്കില്ല, ജനം തെരുവിലിറങ്ങട്ടെ എന്നാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം ജനത്തെ തെരുവിലിറക്കി കലാപം നടത്തിച്ച് മോദിയുടെ ഭരണം അട്ടിമറിക്കാൻ അവർ മറന്നുപോയ ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കാതെ പോയ കാര്യമുണ്ട്. ബംഗ്ലാദേശും പാകിസ്ഥാനും പോലെ സൈന്യം നിയന്ത്രിക്കുന്ന ഭരണകൂടം. ഈ നെഹ്റു കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തുകൊണ്ടാണ് ഈ നരേന്ദ്രമോദി ആകുന്നത്? അദ്ദേഹത്തെ മരണത്തിന്റെ വ്യാപാരി എന്ന് വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനം വർഷങ്ങൾക്ക് ശേഷം
മരണപ്പെട്ട അദ്ദേഹത്തിന്റെ അമ്മയെ അവരെ അപമാനിക്കുകയാണ്. ഇത് മൈക്ക് കിട്ടിയാൽ എന്തും വിളിച്ചു വളരെ പറയുന്ന ഒരു വളരെ അവസ്ഥയിലേക്ക് ലളിതമാണ്. മാറുകയാണ്. എന്തുകൊണ്ട് നെഹ്റു കുടുംബം മോദിയെ ഭയപ്പെടുന്നു, മോദിയെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ഈ വിഘടിച്ചു നിൽക്കുന്ന ഹിന്ദു സമൂഹത്തെ ഒരുമിപ്പിച്ച് നിർത്ത്, ജാതി, ഭാഷ, ആചാരങ്ങൾ ഇതൊക്കെ പറഞ്ഞ്, പ്രാദേശികവാദം ഇതെല്ലാം പറഞ്ഞ് വിഘടിച്ചു നിൽക്കുന്ന ഹിന്ദു സമൂഹത്തെ ഒരുമിപ്പിച്ച് നിർത്താൻ ഒരു ശക്തി ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അത് നരേന്ദ്രമോദിയും അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്ന RSSുമാണ്. ആ ബോധം, ആ തിരിച്ചറിവാണ് കോൺഗ്രസിനെ കൊണ്ട് മോദിക്കെതിരെ അതിരൂക്ഷമായ ഈ വ്യാജ ആരോപണങ്ങൾ ഉൾപ്പെടെ ഉന്നയിപ്പിക്കുന്നത്. ഇനി അതൊന്നും വിജയിക്കില്ല എന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഏറ്റവും ഒടുവിൽ നമുക്കറിയാം, മരണത്തിൻ്റെ വ്യാപാരി എന്ന് വിളിച്ചത് അദ്ദേഹം ഗുജറാത്തിൽ സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായി ഇരുന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴാണ്. ഗുജറാത്ത് കലാപത്തിൻ്റെ ചുവട് പിടിച്ച് അദ്ദേഹം ഗുജറാത്തിലേക്ക് വന്ന് ഏതാണ്ട് ഒരു 6 മാസത്തിനുള്ളിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. അവിടെ വലിയ വിഷയങ്ങൾ നടക്കുന്നു. എന്നിട്ടും അദ്ദേഹത്തിനെ പരാജയപ്പെടുത്താൻ സാധിച്ചില്ല. അവിടെ നരേന്ദ്രമോദി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നു. സർക്കാർ അവർക്കറിയാം, ഒരു പക്ഷേ അന്ന് കോൺഗ്രസിന് അധികാരം കിട്ടിയപ്പോൾ നരേന്ദ്രമോദി സർക്കാരിനെ അവർക്ക് പിരിച്ചുവിടാമായിരുന്നു. പക്ഷെ അങ്ങനെ പിരിച്ചുവിട്ടാൽ BJP അവിടെ തൂത്തുവാരും. മുഴുവൻ സീറ്റുകളിലും BJP ജയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും ഗുജറാത്ത്. അത് അവർക്ക് എന്തൊക്കെ ചെയ്തിട്ടും ഗുജറാത്ത് പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല. അത് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ. ആ ഗുജറാത്തിൽ BJP എങ്ങനെ വിജയിച്ചു കൊണ്ടിരുന്നോ അതുപോലെയാണ് ഇപ്പോൾ ഇന്ത്യ മഹാരാജ്യത്തും BJP വിജയിക്കുന്നത്. അതിനെ എങ്ങനെയെങ്കിലും അട്ടിമറിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. അതിനാണ് അവിടെ ഈ തരത്തിൽ മോദിയെയും അദ്ദേഹത്തിൻ്റെ അമ്മയെയും ഒക്കെ അധിക്ഷേപിച്ച് സംസാരിക്കുക. അതിലൂടെ BJP പ്രവർത്തകർ രോഷാകുലരായി കോൺഗ്രസ്സുകാരെ ആക്രമിക്കുക, അങ്ങനെ ഒരു കലാപം അവിടെ ഉണ്ടാക്കുക. ഇതാണ് കോൺഗ്രസിൻ്റെ നിഗൂഢമായ അജണ്ട. അതവർ പയറ്റുന്നു. അവിടെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു സംഘർഷത്തിലേക്ക് എത്തിച്ചു. നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിൻ്റെ അമ്മയെയും കൂടി അധിക്ഷേപിക്കുന്ന തരത്തിൽ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളും ഈ RJDയുടെ നേതാക്കളും സംസാരിച്ചപ്പോൾ അത് അവിടുത്തെ BJP പ്രവർത്തകർ അതിനെ ചോദ്യം ചെയ്തു, അതിനെ എതിർത്തു. അത് സമരമായി കോൺഗ്രസിന്റെ ആ ഓഫീസ് ആക്രമിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. നമ്മളിവിടെ കേരളത്തിൽ കണ്ടതാണല്ലോ, വയനാട് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ചത് ആരാ? അത് CPM ആണ്. അവിടെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിക്കുകയും അദ്ദേഹത്തിന്റെ ഇരിപ്പിടത്തിൽ വാഴ നടുകയും വാഴ വെച്ച് കെട്ടുകയും ചെയ്തത് CPM ആണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു സംഘർഷം ഉണ്ടാക്കി അതിൽ എങ്ങനെയെങ്കിലും മുതലെടുത്ത് ഈ നരേന്ദ്രമോദിയുടെ ഭരണം അട്ടിമറിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. എന്തായാലും രാഹുലുമായി ബന്ധപ്പെട്ട് 2 പേരാണ് ഈ അടുത്ത് രാഹുലിന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും, രാഹുലിന്റെ പെരുമാറ്റം എങ്ങനെയായിരിക്കുമെന്ന് നേരത്തെ തന്നെ ചിന്തിച്ച് മനസ്സിലാക്കിയത്. ഒന്ന് VS അച്യുതാനന്ദനായിരുന്നു. അദ്ദേഹം അന്ന് അമൂൽ ബേബി എന്ന് വിളിച്ചു. അത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം നമുക്ക് ഇപ്പോഴും മനസ്സിലായിട്ടുണ്ട്, അദ്ദേഹം നരേന്ദ്രമോദിക്ക് വരെ ബാലക ബുദ്ധി എന്ന് പറയേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. പിന്നീട് പറഞ്ഞ അദ്ദേഹത്തിന്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹം ഇപ്പോൾ വോട്ടർ പട്ടിക വിവാദവുമായി വരുന്നു, പിന്നീട് എന്തെല്ലാം കാണിക്കുന്നു എന്ന് അദ്ദേഹത്തിന് തന്നെ അറിയില്ല. അപ്പോഴാണ് SFIയുടെ ആ വാഴ ആരാണെന്ന് ഇപ്പോൾ കൃത്യമായി മനസ്സിലാക്കാൻ ഇന്ത്യയിലെ ജനങ്ങൾക്ക് കഴിഞ്ഞത്. അങ്ങനെ 2 പ്രധാനപ്പെട്ട അജണ്ട സെറ്റ് ചെയ്യാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, രാഹുൽ വെറും ബാലക ബുദ്ധിയോ അമുൽ ബേബിയോ വാഴയോ അല്ല. ഈ ഇന്ത്യൻ ജനാധിപത്യത്തിലേക്ക് വിഷം കലർത്തി അദ്ദേഹത്തിന്റെ ഒരു ദയനീയ പരാജയം കൊണ്ട് മാനസികമായി തകർന്നതുകൊണ്ടാണ്. അദ്ദേഹം 2009 മുതൽ തന്നെ സ്വപ്നം കാണുകയാണ് കസേര. ഇപ്പോൾ ഞെട്ടി ഉണരേണ്ട അവസ്ഥയാണ്. 2009, 14, 19, 24 ഇനി കാത്തിരിക്കണമെങ്കിൽ 2029. അവിടെ ആകുമ്പോഴേക്കും BJP പുതിയ ഒരു മുഖവുമായി വരും, അല്ലെങ്കിൽ മോദി തന്നെ വീണ്ടും ഇറങ്ങും തുടങ്ങി. കാരണം പുതിയ സർവേ വന്നപ്പോൾ തന്നെ കണ്ടല്ലോ 300 സീറ്റിലേക്ക് മാറുകയാണ്. 324 സീറ്റാണ് ഇന്ത്യ ടുഡേയുടെ സർവേയിൽ ഈ ഏറ്റവും പുതുതായിട്ട് നടന്ന ഒരു വോട്ടെടുപ്പിൽ അല്ലെങ്കിൽ ഒരു സർവേയിൽ തെളിഞ്ഞത്. ബീഹാറിലും NDA തന്നെ തിരിച്ചു വരും. അത് ടൈംസ് നൗവിൻ്റെ സർവേയാണ്. അവിടെയും വളരെ കൃത്യമായിട്ട് മനസ്സിലായി, ബീഹാറിലും കോൺഗ്രസിനോ RJDക്കോ തിരിച്ചു വരാൻ സാധിക്കില്ല എന്ന് മനസ്സിലായി. BJPക്ക് അവിടെ 81 സീറ്റുകളാണ് പ്രവചിച്ചിരിക്കുന്നത്. ടൈംസ് നൗവിൻ്റെ സർവേ ഒന്നും അങ്ങനെ തെറ്റാറില്ല. മാത്രമല്ല, നമുക്കറിയാമല്ലോ അവിടെ എന്താണ് സംഭവിച്ചത്. കോൺഗ്രസ് അവിടെ തകർന്ന് തരിപ്പണമായി ഒന്നുമില്ലാതെ നിൽക്കുകയാണ്. ഈ RJDയുടെ ദയാദാക്ഷിണ്യത്തിലാണ് 5-6 സീറ്റ് അവിടെ ജയിക്കുന്നത്. അല്ലാതെ അതിൽ കൂടുതലൊന്നും കോൺഗ്രസിന് അവിടെ ചെയ്യാനില്ല. ഇപ്പോൾ ഈ വലിയ രാഹുലിൻ്റെ ഈ യാത്രാ നാടകം നടക്കുന്നല്ലോ, അതിൽ വലിയ ജനക്കൂട്ടം ഉണ്ട് എന്ന് കോൺഗ്രസ് പറയുന്നത് RJDയുടെ പ്രവർത്തകരാണ്. RJD അവിടെ
തേജസ്വി യാദവ് ഇതിൻ്റെ കൂടെ നിൽക്കുന്നത് കൊണ്ടാണ് ജനപങ്കാളിത്തം അതിന് ലഭിക്കുന്നത്. ഒരു പ്രതിപക്ഷത്ത് ഇരിക്കാനെങ്കിലുമുള്ള യോഗ്യതയുള്ളത് അവിടെ വാസ്തവത്തിൽ RJDക്ക് മാത്രമാണ്. ഇനി ഈ RJDയും JDUവും കൂടെ ഒരുമിച്ചപ്പോഴാണ് അവിടെ BJP പ്രതിപക്ഷത്തേക്ക് പോയത്. പക്ഷെ ഒരുപാട് നാളൊന്നും JDUവിന് RJDക്കൊപ്പം, നിതീഷിന് ലാലുവിനൊപ്പം നിൽക്കാൻ പറ്റില്ല. ലാലുവിൻ്റെ ജംഗിൾ രാജാണ്, അഴിമതി ഭരണമാണ്. അതിന് നിന്നുകൊടുത്താൽ നിതീഷ് കുമാർ ഇതുവരെ കെട്ടിപ്പൊക്കി ഉയർത്തിക്കൊണ്ടുവന്ന ആ അഴിമതി വിരുദ്ധനായ ജനകീയനായ ഭരണാധികാരി എന്ന ഇമേജ്, ആ പ്രതിച്ഛായ കളങ്കപ്പെട്ടു പോകും. അതുകൊണ്ടാണ് അദ്ദേഹം അവസാനം ആ ബന്ധം ഉപേക്ഷിച്ച് തിരിച്ച് BJP NDA പാളയത്തിലേക്ക് അദ്ദേഹം മടങ്ങിയെത്തിയത്. ഇവിടെ വളരെ കൃത്യമാണ്. ഞാൻ കോൺഗ്രസ് രാഹുൽ ഗാന്ധി ഈ വിഷം കലർത്തുന്നു എന്ന് പറഞ്ഞത് വെറുതെയല്ല. ആ ബാലകബുദ്ധി, ആ അമുൽ ബേബി എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ട രാഹുൽ ഗാന്ധി ഇന്ന് ഇന്ത്യൻ ജനാധിപത്യത്തിൽ കൊടിയ വിഷം, കാളകൂട വിഷം കലർത്തിയിരിക്കുകയാണ്. സംശയത്തിൻ്റെ വിഷമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തി വ്യാജ ആരോപണങ്ങളിലൂടെ അതിൻ്റെ വിശ്വാസ്യത തകർക്കാനാണ് രാഹുൽ ഗാന്ധി ശ്രമിച്ചിരിക്കുന്നത്. അതിൽ അദ്ദേഹം വിജയിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. അത് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കും രാഹുൽ വിജയിച്ചോ ഇല്ലയോ. പക്ഷേ ഈ പറഞ്ഞതുപോലെ അക്രമത്തിലൂടെ, സംഘർഷത്തിലൂടെ, അട്ടിമറിയിലൂടെ ഇന്ത്യൻ ഭരണം പിടിച്ചെടുക്കാമെന്നാണ് രാഹുൽ കരുതുന്നതെങ്കിൽ അത് തെറ്റി. അതിനുള്ള സാഹചര്യം ഒരിക്കലും ഇന്ത്യയിൽ ഉണ്ടാകില്ല എന്ന തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് ആരെങ്കിലും അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുമില്ല. അതുകൊണ്ട് ബംഗ്ലാദേശിൽ ഉണ്ടായതുപോലെ, പാകിസ്ഥാനിൽ ഉണ്ടായതുപോലെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അത്തരത്തിലുള്ള ചെറിയ രാജ്യങ്ങളിൽ, നേപ്പാളിലൊക്കെ നമ്മളത് കണ്ടതാണ്. അങ്ങനെ ഇന്ത്യയിൽ സംഭവിക്കും എന്ന് കരുതുന്നുണ്ടെങ്കിൽ അവിടെ രാഹുൽ ഇപ്പോഴും ബാലകബുദ്ധി തന്നെയാണ്, അമുൽ ബേബി തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.